ഹലോ വ്യൂവേഴ്സ്, ഇന്ന് കൊള്ളി ബീഫ് ഇട്ടതായിട്ടുള്ളൊരു ഡിഷ്, കൊള്ളി ബീഫ് ഡിഷ്. ഇതിനെ കപ്പ ബിരിയാണി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ബീഫ് 250 ഗ്രാം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാല ഇത്രയും ചേർത്ത് കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുത്തത്. കൊള്ളി 3/4 കിലോ, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ചത്. ഇനി നമുക്ക് വഴറ്റുന്നതിനായിട്ട് വേണ്ട സാധനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, പെരുംജീരകം, ഇത് വറുത്ത് പൊടിക്കുന്നതിനാണ്, പെരുംജീരകം 1 സ്പൂൺ, ജാതിക്കായുടെ കുരു അതൊരു ചെറിയ കഷ്ണം, കരയാമ്പൂ 3 എണ്ണം, തക്കോലം 4 ചെറിയ കഷ്ണം, അതുപോലെ കുരുമുളക് 1 ടീസ്പൂൺ. ഇത്രയും എണ്ണം പൊടിച്ചെടുക്കണം. പിന്നെ വഴറ്റാൻ വേണ്ടതാണ് സബോള 2 എണ്ണം കനം കുറച്ചരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചത്, വെളുത്തുള്ളി 5 അല്ലി ചതച്ചെടുത്തത്, വേപ്പില കുറച്ച്. വഴറ്റാനായി നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ. എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈ മസാലകളെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഇതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് പൊടിക്കാനുള്ള മസാലകളൊക്കെ ഇടാം. ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ കോരിയെടുത്ത് മിക്സി ബൗളിലൊന്ന് പൊടിച്ചെടുക്കും. പാൻ ചൂടാകുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റാനുള്ളതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വഴറ്റിയെടുക്കാം. ആദ്യം ഇഞ്ചി, ചെറുതായി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അടുത്തതായി ചേർക്കുന്നത് വെളുത്തുള്ളി, ഏതാണ്ട് മൂത്ത് വരുമ്പോൾ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള ചേർക്കാം. ഇത് ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സബോള ചേർക്കാം. വേഗം ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തൊന്ന് വഴറ്റുക. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വേപ്പില, സബോള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ തന്നെ ഒരു റെഡ് കളറിലേക്ക് വന്നു, മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി, ഇനി മുളക് പൊടി. ഫ്ലെയിം ഒന്ന് കുറച്ചിടാം, അല്ലെങ്കിൽ മുളക് കരിയും. ചെറുതായി ഒന്ന് മൂത്തൂന്നാവുമ്പോൾ, ഒരു മൂത്ത മണം വരുന്നുണ്ട്. ഇത്രയാവുമ്പോൾ ചിക്കൻ മസാല, ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ഇതിലേക്ക് ചേർക്കുക. ഒന്ന് ഇളക്കുക.
മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുത്ത മസാലയാണത്. അതിൽ നിന്ന് ഏതാണ്ട് 1 സ്പൂൺ മസാല ഇതിലേക്കിടും. മസാലയും ബാക്കിയുള്ള മുളക് പൊടി എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചതായിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർക്കാം. ബീഫ് നമ്മൾ നേരത്തെ വേവിച്ചപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, അതുപോലെ മസാല ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. എല്ലാം കൂടി ബീഫുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലൊന്ന് നന്നായി ഇളക്കിയെടുക്കുക. ഉപ്പ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർക്കണം. ഇതിലിപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഈ പരുവാകുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചതായിട്ടുള്ള കൊള്ളി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, അത് മിക്സ് ചെയ്യാം. നന്നായിട്ട് ബീഫും കൊള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അതോടെ നമ്മുടെ കപ്പ ബീഫ് തയ്യാറാവും. ചോറിന് പകരമായിട്ട് ഒരു സമയമൊക്കെ കഴിക്കാവുന്നൊരു ഡിഷ് തന്നെയാണത്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കപ്പ ബീഫ് തയ്യാറായി. ഈ മഴക്കാലത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതും കട്ടൻ ചായയോ കാപ്പിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.